हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं, श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्ता राधा कान्ता नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधार श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं, यत्कृपातमहं वन्दे श्रीगुरो दीनतारिणं। परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും വിനീതമായ സാഷ്ടാംഗ പ്രണാമം. ഗ്രന്ഥരാജ ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 9 ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ ഭീഷ്മദേവൻ്റെ തിരോഭാവത്തെക്കുറിച്ച് പറയുന്ന ഈ ഒരു അധ്യായം അതിമനോഹരമായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമ്മളിപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ശ്ലോകം 22-ാമത്തെ ശ്ലോകമാണ്. 9-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകം. ഇനി മുന്നോട്ട് നമ്മൾ കാണും ശ്രീ ഭീഷ്മ പിതാമഹൻ്റെ അതിമനോഹരമായിട്ടുള്ള പ്രാർത്ഥന, ഭീഷ്മസ്തുതി. കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ശ്ലോകം കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഭീഷ്മസ്തുതി പഠിക്കുന്നു. കഴിഞ്ഞ അധ്യായത്തിൽ കുന്തി സ്തുതി പഠിച്ചിരുന്നു. കുന്തി സ്തുതി അതിമനോഹരമാണ്. ഭീഷ്മസ്തുതിയുണ്ട്. ഇതേപോലെ ഒരുപാട് സ്തുതികൾ ശ്രീമദ് ഭാഗവതത്തിൽ കാണാം. അതായത് ഓരോ സ്കന്ധങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഓൾമോസ്റ്റ് എല്ലാ സ്കന്ധങ്ങളിലും പ്രേയേഴ്സ് ഉണ്ടാവും. ഈ ശ്രീമദ് ഭാഗവതത്തിലെ ഈ പ്രേയേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു സ്തുതികൾ, പ്രാർത്ഥനകൾ ഒരുപാട് ശക്തിയുള്ളതാണ്. നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ നമ്മുടെ പ്രാർത്ഥന നമ്മൾ പലപ്പോഴും ആധ്യാത്മിക പുരോഗതി വേണം അല്ലെങ്കിൽ അങ്ങനെയുള്ള റിക്വസ്റ്റായിട്ട് നമ്മൾ ഭഗവാനോട് പറയും. നല്ലതാണ്, അത് തെറ്റല്ല. എന്തായാലും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാതിരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാര്യം അത് ചോദിക്കേണ്ട ആവശ്യമില്ല ഭഗവാനോട്. നമുക്ക് ജീവിക്കാനുള്ള എല്ലാം ഭഗവാൻ, ആവശ്യത്തിനുള്ളത് എല്ലാം ഭഗവാൻ തരുന്നു. അതിനുവേണ്ടി കാര്യം നമ്മുടെ കർമ്മം അനുസരിച്ചിട്ട് ഭൗതികമായിട്ടുള്ള എന്താണോ നമുക്ക് ഭഗവാൻ നിയോഗിച്ചിട്ടുള്ളത് അത് കിട്ടിയിരിക്കും. അതിനുവേണ്ടി നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എടുക്കണ്ട എന്ന് ഭഗവത്ഗീത പറയുന്നുണ്ട്, ഭാഗവതം പറയുന്നുണ്ട്. ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ, പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് പ്രാർത്ഥിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമല്ല, അത് നല്ല കാര്യമാണ്. ശ്രീല രൂപ ഗോസ്വാമി പറയുന്നു, അന്യ അഭിലാഷിത ശൂന്യം ജ്ഞാനകർമാദി അനാവൃതം. അഭിലാഷങ്ങളില്ലാതെയായിരിക്കണം ഭക്തി എന്ന് പറയുന്നു. അഭിലാഷം എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ഭൗതികമായിട്ടുള്ള അഭിലാഷങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയൽ പ്രോഫിറ്റ്, ഭൗതികമായിട്ടുള്ള അഭിലാഷങ്ങളെക്കുറിച്ചാണ് അവിടെ ശ്രീലറൂപ ഗോസ്വാമി പറയുന്നത്. എന്നാൽ ആധ്യാത്മിക ജ്ഞാനം, ആധ്യാത്മികതയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി
സ്പിരിച്വൽ പ്രോഗ്രസ്സിന് വേണ്ടി നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ആക്ച്വലി ഉത്തമമായിട്ടുള്ള കാര്യമാണ്. കാര്യം അത് ഭക്തിയുത സേവനത്തിൻ്റെ ഭാഗമായി മാറുന്നു. അത് ഒരു ആഗ്രഹം എന്ന് പറഞ്ഞ് നമുക്ക്, അല്ലെങ്കിൽ അഭിലാഷം എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന കാര്യമല്ല. കാര്യം ഒരു ജീവാത്മാവിൻ്റെ സ്വസിദ്ധമായിട്ടുള്ള ഒരു ഭാവമാണ് ഭഗവാനെ സേവിക്കുക എന്നുള്ളത്. സോ ആ സേവനം നല്ല രീതിയിൽ ചെയ്യുവാൻ വേണ്ടി ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. എന്നാൽ ഓക്കെ, നമുക്കതൊക്കെ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഭഗവാനെ സ്തുതിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാൻ സാധിക്കും പല രീതിയിലൂടെ, പല പ്രാർത്ഥനകളിലൂടെ. നമ്മൾ ഒരു പ്രാർത്ഥന എഴുതി ഭഗവാന് സമർപ്പിക്കുന്നതിനേക്കാളും നല്ലത്, കാര്യം അതിനുള്ള യോഗ്യതയും അതിനുള്ള ക്വാളിഫിക്കേഷനും നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഉണ്ടെങ്കിൽ പോലും തന്നെ അതിൽ പല തെറ്റുകളുണ്ടാവാം, ഭാവത്തിൻ്റെ ഒരു കുറവുണ്ടാവാം, അല്ലേ? എന്നാൽ ഓൾറെഡി ഭഗവാന്റെ ഭക്തർ ചൊല്ലിയിട്ടുള്ള പ്രാർത്ഥനയുണ്ടെങ്കിൽ, അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. അത് ഭഗവാൻ ഒരുപാട് സന്തോഷം കൊടുക്കുന്നു. കാര്യം നമ്മളായിട്ടൊന്നും പുതുതായിട്ട് ഉണ്ടാക്കുന്നില്ല. നമ്മൾ ശുദ്ധഭക്തരുടെ പാത പിന്തുടരുന്നു. അവരെഴുതിയിട്ടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ അവരുടെ തിരുമുഖത്തിൽ നിന്ന് വന്നിട്ടുള്ള പ്രാർത്ഥനകൾ, സ്തുതികൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അറിയില്ലെങ്കിലും വേറൊരു ശുദ്ധഭക്തൻ്റെ പ്രാർത്ഥന റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റും നമുക്ക് കിട്ടുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് സ്തുതികളുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ. അതിലെ ഒരു പ്രധാനപ്പെട്ട സ്തുതിയാണ് ഭീഷ്മസ്തുതി. ആദ്യത്തെ പ്രഥമസ്കന്ധത്തിൽ ഈ 2 ചാപ്റ്റേഴ്സിൽ വരുന്ന 8ലും 9ലും വരുന്ന 2 സ്തുതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതാണ്. ഇനി മുന്നോട്ട് നമ്മളും കാണുന്നു ധ്രുവ മഹാരാജൻ്റെ 4ാമത്തെ സ്കന്ധത്തിൽ ധ്രുവ മഹാരാജൻ്റെ സ്തുതിയുണ്ട്, ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. 5ാമത്തെ സ്കന്ധത്തിൽ നമുക്ക് കാണാം, പിന്നെ വേറെ പ്രാർത്ഥനകളൊക്കെ കാണാം അതിലും. 6ാമത്തെ സ്കന്ധത്തിൽ വൃത്രാസുരൻ്റെ സ്തുതിയുണ്ട്. അങ്ങനെ മുന്നോട്ട് പ്രഹ്ലാദിൻ്റെ സ്തുതി 7ാമത്തെ സ്കന്ധത്തിലുണ്ട്, പറയേണ്ട ആവശ്യമില്ല, വളരെ ഡീറ്റെയിൽ ആയിട്ട്. 8ാമത്തെ സ്കന്ധത്തിൽ ഗജേന്ദ്ര സ്തുതിയുണ്ട്. പിന്നെ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10ാമത്തെ സ്കന്ധത്തിൽ ഒരുപാട് പ്രാർത്ഥനകൾ. ദേവന്മാർ, ദേവകി റാണി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഗർഭസ്തുതിയുണ്ട്, അവിടെ നിന്ന് മുതൽ തുടങ്ങുവാണ്. പിന്നെ ഗോപീഗീതമുണ്ട്, വേണുഗീതമുണ്ട്, ഭ്രമർ ഗീതമുണ്ട്, അങ്ങനെ ഒരുപാട്. ഇതെല്ലാം നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. നമ്മളായിട്ട് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അത് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ മുമ്പിൽ അത് അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്തുതികൾ നമ്മൾ പഠിക്കുന്നതും കേൾക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ്. ഭഗവാന്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്, പ്രാർത്ഥനയാണ് ഇതെല്ലാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു 22ാമത്തെ ശ്ലോകത്തിൽ ആക്ച്വലി ശ്രീ ഭീഷ്മദേവൻ യുധിഷ്ഠിര മഹാരാജനോട് സംസാരിക്കുന്നതാണ്. നമുക്കറിയാം യുധിഷ്ഠിര മഹാരാജാവ് ആര് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് സമാധാനം വരുന്നുണ്ടായിരുന്നില്ല. യുദ്ധം കഴിഞ്ഞതിന് ശേഷം എല്ലാം ഞാൻ കാരണമാണ് നടന്നത്, ഇത്രയും ആളുകൾ മരിച്ചു, ഒരുപാട് കുടുംബത്തിൽ ആളുകൾ ഇല്ലാതെയായി, അനാഥരായി പലവരും, ഇതെല്ലാം ഞാൻ കാരണമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വയം പഴിയെടുക്കുമായിരുന്നു. ശ്രീകൃഷ്ണൻ ഭഗവാൻ നേരിട്ട് പറഞ്ഞ് അദ്ദേഹത്തെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഭഗവാൻ നേരിട്ട് ശ്രമിച്ചു. മറ്റുള്ള ഭാഗവതം പറയുന്നു, നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അതെല്ലാം. വ്യാസദേവനുണ്ടായിരുന്നു, മറ്റുള്ള ഒരുപാട് വരിഷ്ഠരായിട്ടുള്ള സീനിയറായിട്ടുള്ളവരുണ്ടായിരുന്നു കൂടെ. അവരെല്ലാവരും ട്രൈ ചെയ്തു യുധിഷ്ഠിര മഹാരാജനെ സമാധാനിപ്പിക്കാൻ. എന്നാൽ അദ്ദേഹത്തിന് ഒരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇത് ഞാൻ ചെയ്തു, എൻ്റെ പ്രശ്നമാണ്, ഞാനാണ് കുഴപ്പക്കാരൻ. ഭഗവാൻ കൃഷ്ണൻ നേരിട്ടും ശ്രമിച്ചു, അവിടെയും അദ്ദേഹത്തിന് സമാധാനം കിട്ടിയില്ല. പിന്നെ അതിനൊരു കാരണമുണ്ട്. ഭഗവാൻ ശീലപ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, കൃഷ്ണന് സാധിക്കാത്തതായിട്ടുള്ള ഒരു കാര്യമില്ല, അത് നമുക്ക് പറയാം അല്ലേ. പരമദൈവോത്തമ പുരുഷന് കൃഷ്ണന് സാധിക്കാത്തതായിട്ടുള്ള എന്താണുള്ളത്? ഒന്നുമില്ല. എന്നാലും മറ്റുള്ള ഭക്തർക്ക് കൂടുതൽ ക്രെഡിറ്റ് കിട്ടുന്നത് ഭഗവാൻ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ്, അതായത് യുധിഷ്ഠിര മഹാരാജാവിനെ സമാധാനിപ്പിക്കുക എന്നുള്ളത് ഒരു കാര്യമാണ്, വലിയൊരു കാര്യമാണ്. യുധിഷ്ഠിര മഹാരാജാവ് അന്ന് ലോകം മുഴുവനും ഭരിക്കുന്ന ചക്രവർത്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു അതായത് ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാനും സാധിക്കണം. കൃഷ്ണൻ ശ്രമിച്ചു, പക്ഷേ യുധിഷ്ഠിര മഹാരാജാവ് അപ്പോഴും കുറേ ജസ്റ്റിഫിക്കേഷൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ദൗത്യം ഭീഷ്മ പിതാമഹനെ വേണ്ടി മാറ്റിവെക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. ഭഗവാന് സാധിക്കാഞ്ഞിട്ടല്ല, എന്നാൽ എൻ്റെ ഭക്തൻ
എൻ്റെ ഭക്തന് കൂടുതൽ ക്രെഡിറ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു ഭഗവാൻ എപ്പോഴും. ഭഗവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭക്തരെ ആരെങ്കിലും ഗ്ലോറിഫൈ ചെയ്യുന്നതും ഭക്തരെ ആരെങ്കിലും സ്തുതിക്കുന്നതും ഭക്തർക്ക് ക്രെഡിറ്റ് കിട്ടുന്നതുമാണ് ഭഗവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ മാത്രമല്ല, ഈ ഒരു സന്ദർഭം മാത്രമല്ല, ഏത് സന്ദർഭം എടുത്തു നോക്കിക്കോളൂ. കുരുക്ഷേത്ര യുദ്ധം തന്നെ എടുത്തു കഴിഞ്ഞാൽ അർജുനന് ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കൃഷ്ണനായിരുന്നു എല്ലാം ചെയ്തിരുന്നത്, എല്ലാം പ്ലാൻ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും ഒക്കെ അദ്ദേഹം തന്നെയാണ്. എന്നാൽ അർജുനന് ക്രെഡിറ്റ് കൊടുക്കുവാണ്, അല്ലേ? നിമിത്ത മാത്രം ഭവ സവിസാക്ഷി, നിമിത്ത മാത്രമാണ് ശരിക്കും അർജുനൻ. കൃഷ്ണൻ എല്ലാം ചെയ്യുന്നു, പക്ഷേ അർജുനൻ എല്ലാ ക്രെഡിറ്റും കൊടുക്കുന്നു. അതേപോലെ ഇവിടെ നമുക്ക് കാണാം, ഭീഷ്മപിതാമഹന് ആ ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഭീഷ്മപിതാമഹൻ പറയുമ്പോൾ, ഉപദേശം കൊടുക്കുമ്പോൾ അത് യുധിഷ്ഠിര മഹാരാജാവിന് ആക്സെപ്റ്റബിൾ ആവുന്നു. കാര്യം സീനിയറായിട്ടുള്ള ഒരുപാട് സീനിയറാണ് ഭീഷ്മപിതാമഹൻ, മുത്തശ്ശൻ്റെ സ്ഥാനത്തുള്ള വ്യക്തിയാണ്. മാത്രമല്ല അദ്ദേഹം ശുദ്ധഭക്തനും കൂടിയാണ്. അപ്പോൾ ഭഗവാന്റെ ആഗ്രഹമായിരുന്നു ഭീഷ്മപിതാമഹനിലൂടെ യുധിഷ്ഠിര മഹാരാജാവിന് ഈ ഒരു അറിവുകളൊക്കെ കിട്ടണം. കാര്യം ഒരുപാട് കാര്യങ്ങൾ ഭീഷ്മപിതാമഹൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എങ്ങനെ രാജ്യം ഭരിക്കണമെന്നുള്ളതും അതേപോലെ വർണ്ണാശ്രമധർമ്മത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞ് യുധിഷ്ഠിര മഹാരാജാവിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നു ഭീഷ്മപിതാമഹൻ. അതിനുശേഷമാണ് പിന്നെ അദ്ദേഹം ശരീരം വിടാനുള്ള ആ ഒരു തയ്യാറെടുപ്പ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ വായിച്ച കുറച്ച് സെക്ഷനിൽ ആക്ച്വലി ഭീഷ്മപിതാമഹൻ സംസാരിച്ച് തുടങ്ങി യുധിഷ്ഠിര മഹാരാജാവിനോട്, അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങൾ ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുള്ളവരാണ്. എന്തുകൊണ്ടാണ് ഭാഗ്യം ചെയ്തിട്ടുള്ളവരാണെന്ന് പറയുന്നത്? കാര്യം നിങ്ങളുടെ കൂടെയുള്ളത് പരമദിവ്യോത്തമ പുരുഷൻ കൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണൻ നിങ്ങളുടെ ബന്ധുവായിട്ട് നിങ്ങളുടെ കൂടെയുണ്ട്, സുഹൃത്തായിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭ്യുദയകാംക്ഷിയായിട്ട്, നിങ്ങളുടെ കൗൺസിലറായിട്ട്, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ദൂതനായിട്ട്, എല്ലാ തരത്തിലും എല്ലാ റോളും ആ പരമദൈവോത്തമ പുരുഷൻ നിങ്ങളുടെ കൂടെയുള്ള ആ കൃഷ്ണൻ എടുത്തിട്ടുണ്ട്. പക്ഷേ വിചാരിക്കരുത് ഇത് സാധാരണ ഒരു വ്യക്തിയാണ് എന്ന് വിചാരിക്കരുത്, ഇത് ഭഗവാൻ തന്നെയാണ്, പരമദൈവോത്തമ പുരുഷൻ കൃഷ്ണൻ തന്നെയാണ് എന്ന് അദ്ദേഹം യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുന്നു. അതേപോലെ പറയുന്നു, ഭഗവാൻ ശിവൻ, നാരദമുനി, അങ്ങനെയുള്ള ഒരുപാട് ഇവരെല്ലാവരും ഈ ഭഗവാനെ സ്തുതിക്കുന്നു എപ്പോഴും. അങ്ങനെയുള്ള ഭഗവാനാണ് നിങ്ങളുടെ വീട്ടിൽ സുഹൃത്തായിട്ട് ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തെ ചെറുതായിട്ട് കാണരുത്. മാത്രമല്ല നിങ്ങളെല്ലാവരും ഭാഗ്യം ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് ഇത്രയും ഭഗവാന്റെ ആ ഒരു സംഘം കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭഗവാൻ എന്തുകൊണ്ട് പാണ്ഡവരെ സെലക്ട് ചെയ്തു? ഭഗവാന് കൗരവരുടെ കൂടെ നിൽക്കാമായിരുന്നില്ലേ? ഇല്ല. കാരണം കൃഷ്ണൻ ഭക്തരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഭഗവാനെ അത്രമാത്രം വിശ്വാസത്തോടു കൂടി സ്നേഹത്തോടു കൂടി അപ്രോച്ച് ചെയ്യുന്നവരുടെ കൂടെയായിരിക്കും ഭഗവാൻ കൂടുതൽ ഉണ്ടാവുന്നത്. അതാണ് ആക്ച്വലി ഇന്നത്തെ നമ്മുടെ തീം ഓഫ് ഡിസ്കഷനും അത് തന്നെയാണ്. ബേസിക്കലി ഭഗവാൻ, അതിൻ്റെ അർത്ഥം മറ്റുള്ളവരെ ഭഗവാൻ നോക്കുന്നില്ല എന്നുള്ളതല്ല, എല്ലാവരെയും ഭഗവാൻ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഭഗവാനോടുള്ള സ്നേഹം കൂടുതലാണ്. ഇത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഭീഷ്മപിതാമഹൻ യുധിഷ്ഠിര മഹാരാജാവിനെ സമാധാനിപ്പിക്കുന്നു. അത് കൂട്ടത്തിൽ സമാധാനിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുമുണ്ട്. അതാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, 22ാമത്തെ ശ്ലോകം നമുക്ക് വായിക്കാം. ഇപ്പം ഞാൻ ശ്ലോകം വായിക്കുന്നു. ആരെങ്കിലും ഡിവോട്ടീസിന് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. അതിനുശേഷം വേർഡ് ടു വേർഡ് മീനിങ് വായിച്ച് ട്രാൻസ്ലേഷൻ വായിക്കുക, ഭാവാർത്ഥം വായിക്കുക. മലയാളത്തിൽ ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തരായിട്ട് വായിക്കാം. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ശ്ലോകം 22. തഥാപി ഏകാന്തഭക്തേഷു പശ്യ ഭൂപാനുകമ്പിതം യന്മേഷും ത്യജതാ സാക്ഷാത് കൃഷ്ണോ ദർശനമാഗതഃ. തഥാപി ഏകാന്തഭക്തേഷു പശ്യ ഭൂപാനുകമ്പിതം യന്മേഷും ത്യജതാ സാക്ഷാത് കൃഷ്ണോ ദർശന ആഗതഃ. തഥാപി ഏകാന്തഭക്തേഷു പശ്യ ഭൂപാനുകമ്പിതം യന്മേഷും ത്യജതാ സാക്ഷാത് കൃഷ്ണദർശനമാഗതഃ. ഓക്കെ,
ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തഥാപ്യേകാന്തഭക്തേഷു ഭക്ഷ്യ ഭൂപാനുകമ്പിതം എന്മേ സുത്യജത സാക്ഷാത് കൃഷ്ണോ ദർശനമാഗത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. പ്രഭു. തഥേപ്യേകാന്തഭക്തേഷു പശ്യ ഭൂപാനുകമ്പിതം യന്മേ സംസ്തജ്യത സാക്ഷാത് കൃഷ്ണോ ദർശനമാഗതഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഒരു ഡിവോട്ടി കൂടെ വായിക്കാം, ഒരാൾ കൂടെ വായിക്കാം ശ്ലോകം. ഹരേ കൃഷ്ണ. തഥാപ്യേകാന്തഭക്തേഷു പശ്യ ഭൂപാനുകമ്പിതം യന്മേ സംസ്ത്യജത സാക്ഷാത് കൃഷ്ണോ ദർശനമാഗതഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. അർത്ഥം വായിക്കാം, വിവർത്തനം വായിക്കാം. യെസ്, ആരെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭു, വായിക്കട്ടെ. വേർഡ് മീനിങ്: തഥാപി എങ്കിൽ തന്നെയും, ഏകാന്ത പിൻവാങ്ങാത്ത, ഭക്തേഷു ഭക്തർക്ക്, പശ്യ ഇവിടെ ദർശിക്കുക, ഭൂപ ഹേ രാജാവേ, അനുകമ്പിതം എത്ര അനുതാപമുള്ള, യത് ഏതു കാരണത്താൽ, മേ എന്റെ, അസുൻ ജീവിതം, ത്യജതഃ ത്യജിക്കുന്നു, സാക്ഷാത് പ്രത്യക്ഷമായി, കൃഷ്ണ പരമദിവ്യോത്തമ പുരുഷൻ, ദർശനം എന്റെ വീക്ഷണത്തിൽ, ആഗതഃ ദയാപൂർവം ആഗതനായി. വിവർത്തനം വായിക്കണമെന്ന്. വിവർത്തനം ശീലപ്രഭുപാദ് കി ജയ്. ഏവരിലും തുല്യ കാരുണ്യവാനെങ്കിലും ഞാൻ ജീവൻ ത്യജിക്കാൻ പോകുന്ന ഈ അവസരത്തിൽ അദ്ദേഹം കൃപാപുരസ്സരം എന്റെ അരികിൽ ആഗതനായി. എന്തെന്നാൽ ഞാൻ അദ്ദേഹത്തിന്റെ അചഞ്ചലനായ സേവകനാണ്. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം വായിക്കാം, വേറെ ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ വായിക്കാം. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ശ്രീ പ്രഭുപാദ് കി ജയ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏവരോടും സമഭാവന പുലർത്തുന്നവനാണ്. പൂർണ്ണമായും ശരണം പ്രാപിച്ച ഭഗവാന്റെ പൂർണ്ണ സംരക്ഷണത്തിൽ മാത്രം വിശ്വസിച്ച് അചഞ്ചലമായ ഭക്തിയോടുകൂടി സേവിക്കുന്നവരോട് ഭഗവാൻ പ്രത്യേകം മനച്ചായ്വ് കാണിക്കാറുണ്ട്. അനശ്വരമായ ജീവിതത്തിന്റെ പരിപൂർണമായ ആശ്രിത അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ് ജീവാത്മാവ് അത്യധികം സന്തോഷവാനാകുന്നത്. സർവേശ്വരന്റെ ഇച്ഛാനുസൃതമായി അപ്രകാരമാണ് ജീവസത്തകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. വിപരീതമായ പ്രവണതയാണ് അധപ്പതനത്തിന് കാരണം. ഭൗതിക പ്രകൃതിയുടെ മേൽ അധീശത്വം സ്ഥാപിക്കാൻ പൂർണ്ണ സ്വതന്ത്രനാണെന്ന് സ്വയം തെറ്റിദ്ധരിക്കുന്നതിലൂടെയാണ് അധപ്പതിക്കാനുള്ള പ്രവണത ജീവസത്തുകൾക്കുണ്ടാകുന്നത്. സ്വാർത്ഥലാഭമാണ് എല്ലാ പ്രവൃത്തികളുടെയും അടിസ്ഥാനമെന്ന മിഥ്യാ തത്വശാസ്ത്രമാണ് സർവകുഴപ്പങ്ങൾക്ക് മൂലഹേതു. ഏത് സാഹചര്യത്തിലായാലും ഭഗവാനിൽ ആകർഷിതനാകണം. ഭഗവാന്റെ അചഞ്ചല ഭക്തനാകയാലാണ് ഭീഷ്മദേവന്റെ ശരശയ്യയ്ക്ക് സമീപം ശ്രീകൃഷ്ണ ഭഗവാൻ ആഗതനായത്. ഭഗവാൻ അർജുനന്റെ മാതുലപുത്രൻ ആകയാൽ അർജുനന് ശ്രീകൃഷ്ണ ഭഗവാനുമായി കുടുംബപരമായ ചാർച്ചയുണ്ട്. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാന് ഭീഷ്മദേവനുമായി അത്തരത്തിലുള്ള യാതൊരു ബന്ധവുമില്ല. ആകയാൽ ആത്മാവുമായുള്ള ഉറ്റ ബന്ധമാണ് ആകർഷണത്തിനുള്ള കാരണം. ശരീരവുമായി ബന്ധപ്പെട്ട ചാർച്ച അത്യധികം ഹൃദ്യവും സ്വാഭാവികവുമാണെങ്കിലും നന്ദമഹാരാജാവിന്റെ പുത്രനെന്നോ യശോദാസുതനെന്നോ രാധാറാണിയുടെ പ്രിയതമനെന്നോ അഭിസംബോധന ചെയ്യുമ്പോഴാണ് ഭഗവാൻ അത്യധികം സംതൃപ്തനാകുന്നത്. ഭഗവാനുമായുള്ള അന്യോന്യ പ്രേമഭക്തിയുത സേവനത്തിന്റെ മറ്റൊരു ലക്ഷണമാണ് ഭഗവാനുമായി ശാരീരിക ചാർച്ചയാലുള്ള ഈ ബന്ധുത്വം അഥവാ സാധർമ്മ്യം. ഈ അതീന്ദ്രിയ മനോവൃത്തിയുടെ മാധുര്യത്തെക്കുറിച്ച് ബോധവാനാണെന്ന് ഭീഷ്മർ. ആകയാൽ അദ്ദേഹം ഭഗവാനെ നന്ദനന്ദനൻ, യശോദാനന്ദനൻ എന്നിവയ്ക്ക് സദൃശങ്ങളായ വിജയസഖേ, പാർത്ഥസഖേ എന്നിങ്ങനെ അഭിസംബോധന ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ആധികാരിക ഭക്തർ മുഖേന ഭഗവാനെ സമീപിക്കുകയാണ് അതീന്ദ്രിയ മാധുര്യത്തിൽ നമ്മുടെ ബന്ധം സ്ഥാപിക്കാനുള്ള ഉചിതവും ശ്രേഷ്ഠവുമായ മാർഗം. ഭഗവാനുമായുള്ള നമ്മുടെ വിസ്മൃത ബന്ധത്തെ സുസ്ഥാപിതമാക്കാൻ ഒരിക്കലും നേരിട്ട് യത്നിക്കരുത്.
നമ്മെ ഉചിത പന്ഥാവിലൂടെ നയിക്കാൻ തക്ക സമർത്ഥവും സുതാര്യവുമായ മാധ്യമം നിശ്ചയമായി ഉണ്ടായിരിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഭീഷ്മ പിതാമഹൻ പറയുന്നു, യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുന്നു, കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാന്റെ സ്തുതികളാണ് പറയുന്നത്. ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ എല്ലാവരുടെ ഹൃദയത്തിലുണ്ട്. അദ്ദേഹം പരമജീവത്വ പുരുഷനാണ്, പരമാത്മാവായിട്ട് എല്ലാവരുടെ ഹൃദയത്തിലുണ്ട്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നു, അദ്ദേഹം എല്ലാവരോടും ഒരേപോലെ സമഭാവമാണ് അദ്ദേഹത്തിനുള്ളത് എന്നും കൂടെ പറയുന്നുണ്ട് 21-ാമത്തെ ശ്ലോകത്തിൽ. എന്നിട്ട് 22-ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നു, ഓക്കെ, സമഭാവമൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്നാൽ ഭഗവാന്റെ മഹാകാരുണ്യം കൊണ്ട് ആ ഭഗവാൻ എൻ്റെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നു. എൻ്റെ ജീവിതം ഇപ്പോൾ ഞാൻ ശരീരം വിടുന്നേക്കാൾ മുമ്പ് ഈ ഒരു അവസരത്തിൽ, അവസാന നിമിഷത്തിൽ എൻ്റെ മുമ്പിൽ ഭഗവാൻ നേരിട്ട് വന്ന് നിൽക്കുന്നു. കാരണം എന്താണ്? ഞാൻ അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനന്യ ഒരു സേവകനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ സേവകനാണ്. അപ്പോൾ ഞാൻ സേവകനാണ് എന്നുള്ളൊരു ഭാവത്തിലാണ് ഭീഷ്മ പിതാമഹൻ സംസാരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഭീഷ്മ പിതാമഹൻ പറയുന്നത്. ഭഗവാന്റെ മഹാകാരുണ്യത്തെക്കുറിച്ച് പറയുന്നു. കൂട്ടത്തിൽ ഭഗവാൻ എല്ലാവരോടും ഒരേപോലെയാണ്. സമൂഹം സർവഭൂതേഷു, അല്ലേ, എല്ലാവരോടും ഒരേപോലെയാണ്. എന്നാലും എൻ്റെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു, എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് തന്നെ. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ സേവകനാണ് എന്നാണ് പറയുന്നത്. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, പരമദിവോത്തമ പുരുഷൻ ഭഗവാൻ കൃഷ്ണൻ എല്ലാവരോടും ഒരേപോലെയാണ് എന്നുള്ളത്. നമ്മൾ ഈ ഒരു കാര്യം ഭഗവത്ഗീതയിലും പഠിച്ചിട്ടുണ്ട്, അല്ലേ? സമൂഹം സർവഭൂതേഷു നമേ ദ്വേഷ്യോസ്തി ന പ്രിയ യേ ഭജന്തി തുമാം ഭക്തിയ മയി തേ തേഷു ചാപ്യഹം. 9-ാമത്തെ അധ്യായത്തിലെ 29-ാമത്തെ ശ്ലോകം അവിടെ നമ്മൾ പഠിച്ചു. അതിനുശേഷം പിന്നെ വേറൊരു ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, യേ യഥാമാം പ്രപത്യന്തേ താം തദേവ ഭജാമിഹം മമ വർത്തമാനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശഃ. 4-ാമത്തെ അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ എല്ലാവരെയും ഒരേപോലെ കാണുന്നു എന്ന് പറയുന്നു. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ശരിയാണ്, സമൂഹം സർവഭൂതേഷു, ഭഗവാൻ എല്ലാവരും ഒരേപോലെ കാണുന്നു, എല്ലാവർക്കും വേണ്ടതെല്ലാം കൊടുക്കുന്നു, എല്ലാവർക്കും. അതായത് ഈവൻ ഭഗവാനെതിരായിട്ടുള്ള ആളുകളാവട്ടെ, മൃഗങ്ങളാവട്ടെ, എല്ലാ ജീവജാലങ്ങൾക്കും അദ്ദേഹം വായു കൊടുക്കുന്നുണ്ട്, വെള്ളം കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം അദ്ദേഹം ചെയ്യുന്നതാണ്. ഇതെല്ലാം അദ്ദേഹം തന്നെയാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ശാസ്ത്രജ്ഞനും വേറെ ഒന്നുമല്ല കൊടുക്കുന്നത്. ഈ പ്രകൃതി കൊടുക്കുന്നു എന്ന് പറയുന്നത് ഈ പ്രകൃതിയിലൂടെ കൊടുക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അതിനൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം സർവഭൂതേഷു സമോഹം സമഹം അഹം സർവഭൂതേഷു, ഞാൻ എല്ലാവരോടും എനിക്ക് സ്നേഹമുണ്ട്, എല്ലാവരെയും എനിക്ക് ഒരേപോലെയാണെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ശീലപ്രഭുപാദ് ഇവിടെ ഭാവത്തിൽ പറയുന്നു, എന്നാൽ ഭഗവാന്റെ ഭാവം എന്താണ്? ഭഗവാൻ പറയുന്നു, ആരോടും എനിക്ക് വിദ്വേഷമില്ല, ആരും എനിക്ക് കൂടുതൽ പ്രിയപ്പെട്ടത് അങ്ങനെയൊന്നുമില്ല. പക്ഷേ എന്നാലും യേ ഭജന്തി തുമാം ഭക്തിയ മയി തേ തേഷു ചാപ്യഹം. എന്നാൽ ആരാണോ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നത് അവർ എൻ്റെ പ്രിയപ്പെട്ടവരാണ്. സോ അവിടെ ഭഗവാൻ ഒരു കൂടുതൽ സ്നേഹമുണ്ട്, നാച്ചുറലായിട്ടുള്ളൊരു സ്നേഹമാണ്. എപ്പോഴും നമ്മൾ പറയുന്ന ഉദാഹരണം ശ്രീലപ്രഭുപാദും പറയാറുണ്ട്. ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, കുറേ കുട്ടികളുണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും, കുറേ ടീച്ചേഴ്സ് ഉണ്ടാവും, അവർ പഠിപ്പിക്കുന്നു. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും. ചിലവർ വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നവരുണ്ടാവും, ടീച്ചർ എന്ത് പറയുന്നു അത് അതേപോലെ ചെയ്യുന്നവരുണ്ടാവും. ചിലവരുണ്ടാവും മടി കാണിക്കുന്നവർ, ചിലവരുണ്ടാവും രണ്ടിൻ്റെ ഇടയിലുള്ള ആൾക്കാർ, അല്ലേ? ചില ആളുകൾ ക്ലാസ്സിലേ വരാത്തവരുണ്ടാവും, മടിയന്മാരുണ്ടാവും. പല ടൈപ്പ് ഓഫ് കുട്ടികളെ കാണാം. ടീച്ചർ പഠിപ്പിക്കുന്നത് എല്ലാവർക്കും കൂടിയിട്ടാണ്, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. കാര്യം എല്ലാവരും ക്ലാസ്സിലിരിക്കുന്നവരാണ്. അപ്പോൾ ഓരോരുത്തർക്കും, അതായത് ഞാൻ ഇവർക്ക് മാത്രമേ പഠിപ്പിച്ചു കൊടുക്കുള്ളൂ എന്ന് ടീച്ചർ പറയുന്നില്ല. ടീച്ചർ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നു. സമൂഹം സർവഭൂതേഷു. എന്നാൽ ആ കൂട്ടത്തിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി പഠിക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ചും ടീച്ചർ പറയുന്നതെല്ലാം അനുസരിച്ചുകൊണ്ട് വളരെ വളരെ എന്താ പറയുക, ചിട്ടയോടുകൂടി ടൈം ടേബിൾ പ്രകാരം അവർ പഠിക്കുന്നു, ഹോംവർക്ക് ചെയ്യുന്നു, ബാക്കി കാര്യങ്ങൾ ക്ലാസ്സിൽ ഇൻട്രാക്ഷൻ വരുന്നു,
മാർക്ക് കിട്ടുന്നു, നല്ല പരീക്ഷയിൽ നല്ലവണ്ണം സ്കോർ ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള കുട്ടികളോട് ടീച്ചർക്ക് ഒരു നാച്ചുറലായിട്ടൊരു ഒരു സ്നേഹം ഉണ്ടാവും, ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നും. അത് ആക്ച്വലി പറയുകയാണെങ്കിൽ പക്ഷാഭേദമല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നാച്ചുറലാണ്, അതേപോലെയാണ് കാര്യം. ആ കുട്ടികൾ വളരെ ആത്മാർത്ഥതയോടുകൂടി ടീച്ചർ പറയുന്നത് അനുസരിച്ചിട്ട് ചെയ്യുന്നവരാണ്. അതേപോലെ ഭഗവാന്റെ ഭക്തർ, ഭഗവാൻ സമൂഹം സർവഭൂതേഷു എന്ന് ശ്ലോകത്തിൽ പറയുന്നുണ്ടെങ്കിൽ പോലും ആ ശ്ലോകത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, യേ ഭജന്തി തുമാം ഭക്തിയ മയി തേ തേഷു ചാപ്യം. എന്നാൽ എന്ന് പറഞ്ഞിട്ടാണ് പറയുക, എന്നാൽ ആരാണോ എന്നെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ച് എന്നെ ആരാധിക്കുന്നത് അവരോട് എനിക്ക് സ്നേഹം കൂടുതലാണ്. അവരുടെ ഹൃദയത്തിൽ ഞാനെപ്പോഴും ഉണ്ട്, എൻ്റെ ഹൃദയത്തിൽ അവരെപ്പോഴും ഉണ്ട്. ഇത് തന്നെ നമ്മൾ അംബരീഷ് മഹാരാജാവിൻ്റെ ചരിത്രത്തിലും ദുർവാസമുനി വിഷ്ണുവിൻ്റെ അടുത്ത് ഓടിപ്പോവും അല്ലേ, രക്ഷ നേടാൻ വേണ്ടി, രക്ഷിക്കാൻ. കാര്യം എന്താണ് വരുന്നത്, സുദർശന ചക്രം അദ്ദേഹത്തെ പിന്തുടരുന്നു. ആ സമയത്തും അദ്ദേഹം പറയുന്നുണ്ട്, സാധു, അതായത് ഭക്തരുടെ ഹൃദയത്തിൽ ഞാനുണ്ട്, എൻ്റെ ഹൃദയത്തിൽ ഭക്തരും മാത്രമേ ഉള്ളൂ. എൻ്റെ ഭക്തർക്ക് ഞാനല്ലാതെ ഒന്നും അറിയില്ല, എനിക്കും ഒന്നും അറിയില്ല. എൻ്റെ ഭക്തരെ കുറിച്ച് മാത്രമേ എനിക്കറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. അതിൻ്റെ അർത്ഥം അദ്ദേഹം പറയുന്നത് ഭക്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ഇവിടെയും ശീല പ്രഭുപാദി ആ ഒരു തത്വത്തെ ഓർമ്മിപ്പിക്കുന്നു, ഭഗവത്ഗീതയിലാണെങ്കിലും ഭാഗവതത്തിലാണെങ്കിലും. അപ്പോൾ ഭഗവാന് ഭക്തരോട് സ്നേഹം കൂടുതലുണ്ട്. ഭഗവാൻ പല രീതിയിൽ ഭഗവാനെ നമ്മൾ പല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. യേ ദാമാം പ്രപത്യന്തെ താം സദൈവ ഭജാമ്യഹം അല്ലേ. നമ്മൾ എങ്ങനെയാണോ ഭഗവാനെ അപ്രോച്ച് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് നമ്മൾ ശരണം പ്രാപിക്കുന്നത് ഭഗവാന്റെ അടുത്ത്, അതനുസരിച്ചിട്ട് തിരിച്ചും ഭഗവാൻ റെസിപ്രോക്കേറ്റ് ചെയ്യും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഭഗവാനെ കാണുന്ന പോലെയാണ് തിരിച്ച് ഭഗവാൻ നമ്മളെ കാണുന്നത്. നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ അമ്പലത്തിലുള്ള ശ്രീമൂർത്തി വിഗ്രഹത്തെ നമ്മൾ വെറും ഒരു ബിംബമായിട്ട് കാണുന്നു, അല്ലെങ്കിൽ വെറും ഒരു കാണാൻ വേണ്ടി ഷോക്കേസിൽ വെച്ച പോലെ ഒരു സംഭവമാണ്. അതായത് ഒരു മൂർത്തി മാത്രമാണ്, അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെയായിരിക്കും ഭഗവാൻ തിരിച്ചും നമ്മളോട് നമുക്കുള്ള ആ ഒരു റിയലൈസേഷനെ നമുക്കും കിട്ടാൻ പോകുന്നുള്ളൂ. എന്നാൽ ഈ ശ്രീമൂർത്തി വിഗ്രഹങ്ങൾ, അമ്പലത്തിലുള്ള മൂർത്തിയാവട്ടെ, നമ്മുടെ വീട്ടിൽ നമ്മൾ ആരാധിക്കുന്ന ഡീറ്റീസ് ആവട്ടെ, നമ്മൾ ശരിക്കും ഭഗവാൻ തന്നെ അവിടെ നിൽക്കുവാണ്, ഭഗവാൻ തന്നെയാണ് എന്ന് വിശ്വാസത്തോടു കൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള റിയലൈസേഷൻ, തിരിച്ചറിവുകൾ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ശ്രീമൂർത്തി വിഗ്രഹങ്ങൾ വെറുതെയുള്ളതല്ല. ഭഗവാൻ ഈ ഒരു ഭൗതിക ലോകത്തിൽ നമ്മളെപ്പോലുള്ള ഈ പഞ്ചഭൂത നിർമ്മിതരായിട്ടുള്ള നമുക്ക് ഭഗവാന്റെ രൂപത്തെ കാണാൻ സാധിക്കില്ല. ആധ്യാത്മിക തലത്തിലുള്ള അദ്ദേഹത്തെ, സ്പിരിച്വൽ ബോഡിയുള്ള അദ്ദേഹത്തെ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും? ഈ ഒരു ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മഹാകാരുണ്യം കൊണ്ട് അദ്ദേഹം അവതരിക്കുന്നതാണ് മൂർത്തി വിഗ്രഹമായിട്ട്. ഇത് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് അല്ലേ. മൂർത്തി വിഗ്രഹമായിട്ട്, ശ്രീമൂർത്തി വിഗ്രഹമായിട്ട് അദ്ദേഹം അവതരിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും അദ്ദേഹത്തിൻ്റെ അവതാരം ആണത്. അതുകൊണ്ട് അദ്ദേഹത്തിൽ അത് ഭഗവാന്റെ മൂർത്തികൾ ഭഗവാൻ തന്നെ ആണ് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ, അതനുസരിച്ച് നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണ് ഭഗവാനെ എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അതനുസരിച്ചിട്ടുള്ള തിരിച്ചറിവുകളും റിയലൈസേഷൻസും നമ്മുടെ ഉള്ളിലുള്ള ഭാവത്തിനുമൊക്കെ വ്യത്യാസം വരുന്നു. പദ്മ്യാം ചലന്യാ പ്രതിമാസ്വരൂപോ ബ്രഹ്മണ്യദേവോ ഹി സദാഹഗമ്യം ദേശം യയോ വിപ്രകൃതേ അദ്ഭുതേഹം തം സാക്ഷി ഗോപാലം അഹം നതോസ്മി. ശീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ചൈതന്യ ചരിതാമൃതത്തിൽ സാക്ഷി ഗോപാലിൻ്റെ ആ ഒരു അധ്യായം തുടങ്ങുന്നേക്കാൾ മുമ്പ് ആദ്യത്തെ ശ്ലോകം പറയുന്നതാണ്, പദ്മ്യാം ചലൻ യാ പ്രതിമാ സ്വരൂപോ. പ്രതിമ ആയിട്ടുള്ള ഭഗവാൻ നടക്കുവാണ് സാക്ഷി പറയാൻ വേണ്ടി. എന്നിട്ട് പറയുന്നു, എത്ര ദിവസം നടക്കുന്നു? ബ്രഹ്മണ്യദേവോ ഹി ശതാഹഗമ്യം 100 ദിവസം നടന്നു എന്നാണ് പറയുന്നത്. ആ ഭക്തൻ്റെ പുറകിൽ, ആ ബ്രാഹ്മണൻ്റെ വിപ്രൻ്റെ പുറകിൽ 100 ദിവസം സാക്ഷി പറയാൻ വേണ്ടിയിട്ട് ഭഗവാൻ നടക്കുന്നു. വിഗ്രഹം നടക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും വെറുതെ ഉള്ളതല്ല, ഇതും വെറുതെ പറയുന്നതല്ല, തീർച്ചയായിട്ടും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെയാണോ കാണുന്നത് ഭഗവാനെ, അതനുസരിച്ചിട്ടാണ് തിരിച്ച് നമുക്ക് അതിനുള്ള
റെസിപ്രൊക്കേഷൻ കിട്ടുന്നതും ആ ഒരു റെസ്പോൺസ് കിട്ടുന്നതും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും, ഇവിടെ ശിലപ്രഭാജി പറയുന്നു, ജീവജാലങ്ങൾ ഓരോരുത്തരും നമ്മുടെ ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മൾ ഭഗവാന്റെ അംശമായതുകൊണ്ട് നമ്മൾ ഭഗവാനുമായിട്ട് കണക്റ്റായിട്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ലാതെ വേറെ എന്ത് ഭൗതികമായിട്ടുള്ള എന്ത് വലിയ നേട്ടങ്ങൾ നമുക്ക് കിട്ടിയാലും ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ടുള്ള ആ ഒരു സമാധാനവും ശാന്തിയും ഒരു സാക്ഷാത്കാരവും നമുക്കുണ്ടാവില്ല. എപ്പോഴും ഭഗവാനുമായിട്ട് കണക്റ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് അവിടെ സന്തോഷമായിട്ട് നമുക്കിരിക്കാം. കാര്യം ആ ഒരു കാര്യമാണ്, ആ കാര്യം ഭഗവാനുമായിട്ട് നമുക്ക് പല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറലായിട്ട് നമുക്കൊരു റിലേഷനുണ്ട്, നിത്യസിദ്ധമായിട്ടുള്ള ഒരു റിലേഷനുണ്ട്. എന്താണെന്ന് ഇപ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല. അതാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത്, പല ഭാവമുണ്ട്, പല രസങ്ങളുണ്ട് എന്നുള്ളത്. ശാന്തരസം, ദാസ്യരസം, വാത്സല്യരസം, സഖ്യരസം, മാധുര്യരസം, അല്ലേ? ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ അതിൽ സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ കൃഷ്ണനെ ഭഗവാനെ മകനായിട്ടോ മകൻ്റെ ഭാവത്തിലോ അല്ലെങ്കിൽ കാമുകനായിട്ടോ അല്ലെങ്കിൽ ദാസനായി, ഭഗവാൻ മാസ്റ്ററും നമ്മൾ ദാസനായിട്ടും ആ ഒരു ഭാവമോ, ഇതെല്ലാ ഭാവങ്ങളും ഓത്തറൈസ്ഡ് ആണ്. അങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ട് ഭഗവാനുമായിട്ട് നമുക്ക് ഉണ്ടാവാം. ഇതിൽ ഏതാണ് നമ്മുടെ സ്ഥായിയായിട്ടുള്ള ഭാവം എന്ന് നമുക്കറിയില്ല. നമ്മുടെ സ്ഥായി ഭാവം നമുക്കിപ്പോൾ അറിയില്ല. എന്നാൽ ഇതെല്ലാം ഭക്തിയുത സേവനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ആത്മാർത്ഥതയോടുകൂടി ഗുരുവിൻ്റെ ആജ്ഞപ്രകാരം നമ്മൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, അതിനെയാണ് പറയുന്നത് വൈദി സാധന ഭക്തി. ശിലറൂപ ഗോസ്വാമി ഭക്തി രസാമൃത സിന്ധുവിൽ പറയുന്നു, ഗുരുവിൻ്റെ ആജ്ഞപ്രകാരം ശാസ്ത്രത്തിൽ പറയുന്നതനുസരിച്ച് നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മെച്ചുവറായി വരും. മെച്ചുവറായി എന്ത് സംഭവിക്കുന്നു? രാഗ ഭക്തി എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരുന്നു. അപ്പോൾ ആ സമയത്ത് രാഗാനുഗ ഭക്തി അല്ലേ പ്രഭു? രാഗാനുഗ ഭക്തി, യെസ്. രാഗഭക്തി എന്ന് പറഞ്ഞാലും രാഗാനുഗ ഭക്തിയും രണ്ടും ഒന്ന് തന്നെ. ഓക്കെ, രാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ്, അതായത് അത് ഒരു നിയമവും അതിൽ ബാധകമല്ല, സ്നേഹം മാത്രം. അറ്റാച്ച്മെൻറ്റ് ആ നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ഭാവമാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്കൊക്കെ വരുമ്പോൾ പറയുന്നു, നമുക്ക് ഭഗവാൻ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു നമ്മുടെ സ്ഥായി ഭാവം ഏതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തിനോടാണ്, ഏത് ഭാവത്തിലാണ് നമ്മൾക്ക് കൂടുതൽ ഇൻക്ലിനേഷൻ ഭഗവാനോട് തോന്നുന്നത്. ഇതൊക്കെ ഒരുപക്ഷെ ആ സമയം, ആ ഒരു സ്റ്റേജൊക്കെ നമ്മൾ എത്തുമ്പോഴും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടായിരിക്കാം. ഇതൊന്നും നമുക്കറിയില്ല എപ്പോൾ നമുക്കിതെല്ലാം അറിയാമെന്ന്. ഭഗവാന്റെയും ഗുരുവിൻ്റെ അനുഗ്രഹം പോലെ ഇരിക്കും. എന്നാലും നമുക്ക് ഒരു ദിവസം ഡെഫിനറ്റ്ലി ആത്മാർത്ഥതയോടുകൂടി ഇത് ഫോളോ ചെയ്യുന്നവർക്ക് ഒരു ദിവസം തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ അതോടുകൂടി, ഇപ്പോൾ നമ്മൾ എന്താണെന്ന് നമുക്കറിയില്ലെങ്കിലും നമ്മളിപ്പോൾ വൈദിക സാധന ഭക്തി ഗുരു പറയുന്നതനുസരിച്ച്, ശാസ്ത്രങ്ങൾ പറയുന്നതനുസരിച്ചിട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോവുക, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം വേണ്ട സമയത്ത് ഇതെല്ലാം അറിയാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥായിയായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഭാവം, അല്ലെങ്കിൽ സ്ഥായിയായിട്ടുള്ള ഒരു കാര്യം. അല്ലാത്ത മറ്റുള്ള എന്താണെങ്കിലും, മറ്റുള്ള ഒന്നും നമുക്ക് സന്തോഷവും സമാധാനവും തരാൻ പോകുന്നില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ ഭഗവാനെ ആശ്രയിക്കുമ്പോഴാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം കിട്ടില്ല. ഭഗവാനുമായിട്ട് നമ്മൾ എത്രമാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു, ഭഗവാനെ ആശ്രയിക്കുന്നു, അത്രമാത്രം നമ്മൾ സമാധാനവും സന്തോഷവും നമുക്കുണ്ടാവും. എത്രമാത്രം നമ്മൾ സ്വന്തമായിട്ട് ഭഗവാനിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മൾ സ്വതന്ത്രരാണെന്ന് വിചാരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു, അത്രമാത്രം ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നിനും, നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ. മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപാട് ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫാമിലിയിലുള്ളപ്പോൾ തന്നെ ഫാമിലിയിലുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നു, സ്റ്റുഡൻസ് ടീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ ഡിപ്പെൻഡൻസ് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ എന്നാൽ ആ പരമസത്യമായിട്ടുള്ള ഭഗവാനുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്താണ്? അത് തീർച്ചയായിട്ടും ഉണ്ട്. ഭഗവാനുമായിട്ട് ഭഗവാനെ ആശ്രയിച്ചില്ലെങ്കിൽ ഒന്നും നടക്കുന്നില്ല, അല്ലേ? എല്ലാത്തിനും നമ്മൾ ഭഗവാനെ ശരിക്കും പറയുകയാണെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ കൈ ഉയർത്തണമെങ്കിൽ, സംസാരിക്കണമെങ്കിൽ, കേൾക്കണമെങ്കിൽ, ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു?
നമ്മൾ ആക്ച്വലി ഓരോ നിമിഷവും ഭഗവാനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ് ശരിക്കും. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അല്ലാതെ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പരിശ്രമം കൊണ്ടോ മാത്രമല്ല, ഭഗവാന്റെ അനുഗ്രഹമാണ് ഇതെല്ലാം. അപ്പോൾ അതാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിലൂടെ പറയുന്നത്, നമ്മൾ ഭഗവാനുമായിട്ട് അകന്നു നിൽക്കാൻ നോക്കുവാണെങ്കിൽ അത് നമ്മുടെ വീഴ്ചയ്ക്ക് കാരണമാവുന്നു. എന്നാൽ നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുകയാണെങ്കിൽ എന്താണ്, എല്ലാവിധ സമാധാനവും സന്തോഷവും നമുക്ക് കിട്ടുന്നു. എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നു. കാര്യം നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഭൗതിക തലത്തിലുള്ള പ്രശ്നങ്ങളാണ്. നമ്മളത് നമ്മുടെ പ്രശ്നമായിട്ട് എടുക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പ്രോബ്ലം. അതാണ് ശീല പ്രഭുപാദി ഇവിടെ പറയുന്നതാണ്, മിഥ്യാഹങ്കാരമാണ് എല്ലാത്തിൻ്റെയും കുഴപ്പം. കാര്യം മിഥ്യാഹങ്കാരം എന്ന് പറയുന്നത് തന്നെ അതാണ്, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഭഗവാനെ ആശ്രയിക്കുന്നുണ്ട്, ഭഗവാനെ ആശ്രയിക്കുന്നു ഓരോ നിമിഷത്തിലും എന്നുള്ളത് മറന്നുകൊണ്ട് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. എന്നാൽ എല്ലാം ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ ശരണം പ്രാപിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതിനുള്ളൊരു ഉദാഹരണമാണ് ഇവിടെ ശില പ്രഭുപാജി അല്ലെങ്കിൽ ശില പ്രഭുപാജി ഇവിടെ ഭീഷ്മ പിതാമഹൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രത്തിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഭാവാർത്ഥത്തിൽ തരുന്നത്. നമുക്ക് കാണാം ഭീഷ്മ പിതാമഹൻ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിൽ നിന്നും എത്രമാത്രം ഭഗവാനെ അദ്ദേഹം ആശ്രയിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഭീഷ്മ പിതാമഹൻ്റെ മുമ്പിൽ ഭഗവാൻ വന്ന് നിൽക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം അദ്ദേഹം ശുദ്ധഭക്തനായതുകൊണ്ട് മാത്രമാണ്. അതാണ് ഭീഷ്മ പിതാമഹനും പറയുന്നത്. അദ്ദേഹം എല്ലാവരെയും ഒരേപോലെ കാണുന്ന വ്യക്തിയാണ്. സമൂഹം സർവോപദേശം. എന്നാൽ നോക്കൂ, എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു, ഞാനിവിടെ മരിക്കാൻ കിടക്കുവാണ്, ആ സമയത്ത് എൻ്റെ മുമ്പിൽ ഭഗവാൻ വന്നിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മഹാകാരുണ്യമാണ് എന്ന് ഭീഷ്മ പിതാമഹൻ അത് അക്നോളജ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഭഗവാൻ അവിടെ വന്ന് നിൽക്കുന്നു, നേരിട്ട് ഭീഷ്മ പിതാമഹൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭഗവാനെ. അതിന് കാരണം അദ്ദേഹം ശുദ്ധഭക്തനായതുകൊണ്ട്. ഇതേപോലെ ചൈതന്യ ചരിതാമൃതത്തിൽ കാണാം, ശ്രീല ഹരിദാസ് ഠാക്കൂർ, ഭഗവാന്റെ നാമാചാര്യ ശ്രീല ഹരിദാസ് ഠാക്കൂർ, ചൈതന്യ മഹാപ്രഭുവിൻ്റെ വളരെ പ്രിയപ്പെട്ട ഭക്തൻ. അദ്ദേഹം ഇതേപോലെ മരിക്കുന്ന ആ നിമിഷത്തിൽ ചൈതന്യ മഹാപ്രഭു മുമ്പിൽ തന്നെയുണ്ട്. അപ്പോൾ ഭീഷ്മ പിതാമഹൻ്റെ തിരോഭാവം അതേപോലെ ശ്രീല ഹരിദാസ് ഠാക്കൂറിൻ്റെ തിരോഭാവവും നമുക്ക് ഒരുപാട് സിമിലാരിറ്റി കാണാൻ സാധിക്കും. കാര്യം രണ്ടുപേരും നേരിട്ട് ഭഗവാനെ കണ്ടുകൊണ്ട് ആണ് ശരീരം വിടുന്നത്. അതിമനോഹരം. ഇവിടെ ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, അർജുനൻ കൃഷ്ണനും തമ്മിലുള്ള റിലേഷൻ ഉണ്ടായിരുന്നു, ബന്ധം ഉണ്ടായിരുന്നു. കാര്യം അവർ നമുക്കറിയാം കസിൻസ് ആണ് എന്നുള്ളത്. എന്നാൽ ഭീഷ്മ പിതാമഹനുമായിട്ട് അങ്ങനെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു റിലേഷൻ, ഓക്കെ, ഇൻഡയറക്റ്റ്ലി ഓഫ് കോഴ്സ് ഇവരെല്ലാവരും ഒരു കുടുംബത്തിലുള്ളവരാണ്, സംശയമില്ല. എന്നാലും അർജുനനും പാണ്ഡവരുമായിട്ടുള്ള ഒരു ബന്ധം പോലെ അത്രയും ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ അല്ല ആക്ച്വലി ഈ ഒരു ഭഗവാന്റെ ലീല അവതാരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു അവതാരത്തിൽ. ഓക്കെ, എന്നാലും ശീല പ്രഭുപാദ് പറയുന്നത്, എന്നാലും അദ്ദേഹം ഭീഷ്മ പിതാമഹന് മുമ്പിൽ ഈ ഒരു അവസാന സമയത്ത് വന്നു. കാരണം എന്താണ്, അത് ശരീരബന്ധം കൊണ്ടല്ല വന്നിട്ടുള്ളത്, ആത്മീയ തലത്തിലുള്ള ബന്ധം കൊണ്ടാണ് വന്നിട്ടുള്ളത്. കാര്യം ഭീഷ്മ പിതാമഹൻ ആത്മീയ തലത്തിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തെയാണ്, അതാണ് ആത്മീയ തലത്തിലുള്ള ബന്ധം. ആ ബന്ധം കൊണ്ടാണ് കൃഷ്ണൻ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. എന്നാലും ശീല പ്രഭുപാദി ഒരു കാര്യം കൂടെ പറയുന്നു, എന്നാലും ഈ ബന്ധങ്ങൾ ചിലപ്പോൾ, അല്ലെങ്കിൽ ബന്ധം എന്ന് ഉദ്ദേശിക്കുന്നത് ആത്മീയ തലത്തിലുള്ള ബന്ധങ്ങൾ കൃഷ്ണൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അതിൽ ആത്മീയ തലത്തിലും റിലേഷൻഷിപ്സ് ഉണ്ട്. അതായത് ആത്മാവും പരമാത്മാവുമായിട്ടുള്ള ബന്ധത്തിലും പല ഭാവങ്ങളും വരുമ്പോഴാണ് ഈ പറയുന്ന ദാസ്യരസം, സഖ്യരസം, വാത്സല്യരസമൊക്കെ വരുന്നത്. ആ ഭാവം അത് ആത്മീയ തലത്തിലുള്ളതാണ്. ആ ഒരു ഭാവം കൂടെ ഉണ്ടെങ്കിൽ അത് കൃഷ്ണൻ ഒരുപാട് സന്തോഷം കൊടുക്കുന്ന കാര്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്, കൃഷ്ണനെ നന്ദപുത്രൻ എന്ന് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ യശോദനന്ദൻ എന്ന് വിളിക്കുമ്പോൾ, രാധാകാന്തൻ എന്ന് വിളിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ കൃഷ്ണന് ഒരുപാട് ഇഷ്ടമാണ്. കാര്യം ഭക്തരുടെ പേരുമായിട്ട് ചേർത്ത് ഭഗവാനെ വിളിക്കുമ്പോൾ കൃഷ്ണന് ഇഷ്ടമാണ്. കാര്യം ഭക്തരെ അത്രമാത്രം ഇഷ്ടമാണ് ഭഗവാനേക്കാളും ഇഷ്ടം ഭക്തരെയാണ്. രാധാറാണിയാവട്ടെ, യശോദറാണിയാവട്ടെ, നന്ദമഹാരാജാവട്ടെ, അപ്പോൾ അവരുടെ പേരോട് ചേർത്തുകൊണ്ട് കൃഷ്ണനെ വിളിക്കുമ്പോൾ ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തിന്. ഇങ്ങനെയുള്ള പേരുകളെ മുഖ്യനാമം എന്ന് പറയും. ഇപ്പോൾ കൃഷ്ണൻ എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ പേരാണ്. അതേപോലെ
നന്ദനന്ദൻ, യശോദനന്ദൻ, രാധാകാന്തൻ എന്നൊക്കെ രാധാനാഥ് ഇങ്ങനെയൊക്കെ വിളിക്കുന്നതെല്ലാം ഇതിനെല്ലാം ഗൗണനാമം എന്ന് പറയും. ഇതിനെല്ലാം മുഖ്യനാമം എന്ന് പറയും. ഗൗണനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡറി നെയിം, ഇപ്പോൾ പ്രൈമറി നെയിം, സെക്കൻഡറി നെയിം, ഇങ്ങനെ 2 കാറ്റഗറൈസേഷൻ ശാസ്ത്രങ്ങളിൽ പറയുന്നു. മുഖ്യനാമം ഈ പറയുന്ന പോലെ ഒന്നില്ലെങ്കിൽ കൃഷ്ണൻ, ഗോപാലൻ അങ്ങനെയുള്ള പേരുകളും കൂട്ടത്തിൽ യശോദനന്ദൻ, അതേപോലെ രാധാകാന്ത് അങ്ങനെയൊക്കെ ഭക്തരുമായിട്ട് ചേർന്നിട്ടുള്ള അതെല്ലാം മുഖ്യനാമമാണ്. ഗൗണനാമം എന്ന് പറയുന്നത് പരമാത്മ എന്ന് പറയുന്നത് ഗൗണനാമമാണ്. കാര്യം ഡയറക്റ്റ്ലി ഭഗവാനെ വിളിക്കുന്നതല്ല, ഭഗവാന്റെ ശക്തികളും ഐശ്വര്യത്തെയും ചേർത്തുകൊണ്ടുള്ള ഒരു അഭിസംബോധനയാണ്. അതുകൊണ്ട് പരമാത്മ അല്ലെങ്കിൽ ജഗത്പതേ, ഇതെല്ലാം ഇങ്ങനെയുള്ള പേരുകളെല്ലാം ജഗത്പതി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗജേന്ദ്രൻ്റെ സ്തുതിയിൽ ഗജേന്ദ്രൻ്റെ സ്തുതിയിൽ നമുക്ക് കാണാം, ഗജേന്ദ്രൻ ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നത് ഇങ്ങനെയുള്ള പേരുകൾ ഗൗണനാമം ഉപയോഗിച്ചിട്ടാണ്. അവിടെ നേരിട്ട് ഭഗവാനെ വിളിക്കുന്നില്ല. തുടക്കത്തിൽ അവസാനം എല്ലാം കഴിഞ്ഞ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ, നാരായണൻ എന്നും അദ്ദേഹം വിളിക്കുന്നത്. അതുവരെ അദ്ദേഹം പരമാത്മ, ജഗത്പതേ ഇങ്ങനെ, അതായത് പല ഗൗണനാമത്തിലൂടെയാണ് അഭിസംബോധന ചെയ്യുന്നുണ്ടായിരുന്നത്. എനിവേ, ഇതാണ് ഗൗണനാമവും മുഖ്യനാമവും. ഭഗവാൻ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മുഖ്യനാമങ്ങൾ വിളിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമുള്ളത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന് ഭക്തരുമായിട്ടുള്ള റിലേഷനോട് കൂടിയിട്ടുള്ള പേരുകൾ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഭീഷ്മ പിതാമഹന് അറിയാമായിരുന്നു. അതുകൊണ്ട് ശീലപ്രഭാത് പറയുന്നു, ഭീഷ്മ പിതാമഹന് ഇത് അറിയാവുന്നതുകൊണ്ട് ഭീഷ്മസ്തുതിയിൽ നമ്മൾ കാണാം പല സ്ഥലങ്ങളിൽ വിജയസഖേ, പാർത്ഥസഖേ എന്നൊക്കെ അദ്ദേഹം വിളിക്കുന്നുണ്ട്. നമ്മൾ ഇനി ഭീഷ്മസ്തുതി പഠിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും. എന്തുകൊണ്ട് വിജയസഖേ, പാർത്ഥസഖേ എന്ന് വിളിക്കുന്നു? അർജുനൻ്റെ സുഹൃത്ത് എന്നുള്ള രീതിയിൽ. കാര്യം കൃഷ്ണൻ അത് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ വിളിക്കുന്നത്. കാര്യം അർജുനൻ കൃഷ്ണന് അത്രയും പ്രിയപ്പെട്ട സുഹൃത്താണ്, അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ ശിലപ്രഭാജി പറയുന്നത്. നന്ദനന്ദൻ, യശോദനന്ദൻ എന്ന് വിളിക്കുന്നതിന് പോലെ തന്നെയാണ് വിജയസഖേ, പാർത്ഥസഖേ എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് ഭഗവാൻ അത് കേൾക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് അവസാനം ശിലപ്രഭാജി ഭാവാർത്ഥത്തിൻ്റെ അവസാനത്തോടു കൂടി അദ്ദേഹം പറയുന്നു, അതുകൊണ്ട് നമ്മൾ ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും കൃഷ്ണപ്രേമമുണ്ട് നമ്മുടെ ഹൃദയത്തിൽ, നിത്യസിദ്ധ കൃഷ്ണപ്രേമ. അത് ശ്രവണം, കീർത്തനത്തിലൂടെയാണ് നമ്മളതിനെ തിരിച്ച് കൊണ്ടുവരേണ്ടത്. ഓൾറെഡി അത് ഉണ്ട്, പക്ഷേ ഒരുപാട് അഴുക്ക് മൂലം അത് മൂടിയിരിക്കുകയാണ്. അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് നമ്മളിപ്പോൾ വൈദിക സാധന ഭക്തിയിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭഗവാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പുനഃസ്ഥാപിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഭക്തരുടെ സഹായം ആവശ്യമുണ്ട്, ശുദ്ധ ഭക്തരുടെ ആവശ്യമുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഗുരുവിൻ്റെ സ്ഥാനം ജീവിതത്തിൽ, ഭക്തി ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. കാര്യം ശ്രീ ഗുരുവാണ് ഡിസൈപ്പിളിനെ, ശിഷ്യനെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അതാണ്. അപ്പോൾ ഭക്തരിലൂടെ ഭഗവാനെ അപ്രോച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മാർഗം. എപ്പോഴും അതാണ് ചെയ്യേണ്ടത്. ശിലപ്രഭാത് അത് തന്നെയാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളെ. നേരിട്ട് ഭഗവാനുമായിട്ടൊരു കണക്ഷൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് ആക്ച്വലി അത് നല്ലൊരു കാര്യമല്ല, ആക്ച്വലി സാധിക്കില്ല. വേറെ കാര്യം അതുകൊണ്ട് ഭക്തരിലൂടെ ആയിരിക്കണം നമ്മൾ ഭഗവാനെ അപ്രോച്ച് ചെയ്യുന്നത്. അത് ഗുരു ആവാം, നമ്മുടെ ശിക്ഷാഗുരു, ദീക്ഷാഗുരു, അവരിലൂടെ. ഇനി അത് ഇവിടുത്തെ കാര്യം, നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത്, നമ്മൾ വൈദിക ഭക്തി ചെയ്യുന്ന സമയത്ത്, ഇനിയിപ്പോൾ നമ്മൾ ആധ്യാത്മിക ലോകത്തിലേക്ക് പോയി കഴിഞ്ഞാലും അവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ മുമ്പിൽ ഒരുപാട് ഭക്തരുണ്ട്. അതായത് നിത്യസിദ്ധരായിട്ടുള്ള, ഇപ്പോൾ ഈ വാത്സല്യഭാവത്തിൽ ഉള്ള ഭക്തനാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ വാത്സല്യരസം ആണ് നമ്മുടെ സ്ഥായി ഭാവമെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞു. ഗുരുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി, ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി നമ്മൾ ആധ്യാത്മിക ലോകത്തിലേക്ക് പോയി, ഗോലോക വൃന്ദാവനത്തിലേക്ക്. അവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ മുമ്പിൽ ഒരുപാട് ആളുകളുണ്ട്. അതായത് ആ വാത്സല്യരസത്തിലുള്ള നിത്യസിദ്ധരായിട്ടുള്ള ഡിവോട്ടീസ് ഓൾറെഡി ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരെ നമ്മൾ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്ഥാനം. അല്ലാതെ അവരെ മാറ്റി നിർത്തി അവരുടെ സ്ഥാനം റീപ്ലേസ് ചെയ്യൽ നടക്കില്ല. ഉദാഹരണത്തിന്, എനിക്ക് യശോദ റാണി ആവണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. എനിക്ക് മധുമംഗൾ സഖ ആവണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. എനിക്ക് ലളിത സഖിയാവണം, വിശാഖ സഖിയാവണം, നടക്കുന്ന കാര്യമില്ല. അവരെ അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രാപ്തിയാണ് നമുക്ക് കിട്ടുള്ളൂ. അതാണ് നമ്മുടെ മാക്സിമം
ഒരു പൊസിഷൻ. എന്നാൽ അതാണ് ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള പൊസിഷൻ. നേരിട്ട് ഭഗവാനെ സേവിക്കുന്നതിന് തുല്യം തന്നെയാണ്. നേരിട്ട് ഭഗവാനെയും രാധാറാണിയും സേവിക്കുന്നതിന് തുല്യം തന്നെയാണ് നമ്മൾ ആ ഒരു ഹൈറാർക്കി വെച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. കാര്യം ഈ ഒരു ഭാവം ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ ഒരു കാര്യം നമ്മൾ അനുഗത്യയിലായിരിക്കണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അനുഗത്യ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സീനിയർ ആയിട്ടുള്ളവരെ ഫോളോ ചെയ്യുക എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഇവരൊക്കെ നിത്യസിദ്ധരായിട്ടുള്ളവരൊക്കെ ഗോലോക വൃന്ദാവനത്തിലുണ്ട്. അപ്പോൾ അവരെ അസിസ്റ്റ് ചെയ്യുക, അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഭഗവാന്റെയും രാധാറാണിയുടെയും അല്ലെങ്കിൽ ഭഗവാന്റെ ലീലകളിൽ ഇവരെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ലളിത വിശാഖ ആദി ജാത ഷക്കി വൃന്ദ ആഗ്യായ കുരീബ സേവ ചരണാരവിന്ദ. നരോത്തം ദാസ് ഠാക്കൂർ അദ്ദേഹത്തിൻ്റെ വൈഷ്ണവഗീതത്തിൽ പറയുന്നു, ലളിത സഖിയും വിശാഖ സഖിയുടെയും ആജ്ഞ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ആജ്ഞപ്രകാരം ഞാൻ കൃഷ്ണനെയും രാധാറാണിയെയും സേവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ആ ഒരു വൈഷ്ണവഗീതത്തിൽ കേൾക്കാം. പിന്നെ എന്നും നമ്മൾ ചൊല്ലുന്ന തുളസി ആരതിയിലും തുളസി ദേവിയുടെ അല്ലെങ്കിൽ വൃന്ദാദേവിയുടെ അനുഗത്യയിൽ വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലേ? ഏ നിവേദനാരോ സഖീർ അനുഗത കരോ. സഖിമാരുടെ അനുഗത്യയിൽ. അനുഗത പറഞ്ഞു കഴിഞ്ഞാൽ അനുഗമിക്കുക, അവരെ പിന്തുടരുക. എന്നിട്ട് സേവ അധികാരോദിയെ കൊറോ നിജ ദാശി. അങ്ങനെ സഖിമാരുടെ അനുഗത്യയിൽ ഞാൻ ഭഗവാനെയും രാധാറാണിയും സേവിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം അതിന് അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് വൃന്ദാദേവിയോട് പ്രാർത്ഥിക്കുന്നത്. വൃന്ദാദേവി ആക്ച്വലി വൃന്ദ സഖിയാണ്. വൃന്ദാദേവി അവിടെ ഗോലോക വൃന്ദാവനത്തിലെ സഖിയാണ്. ഭഗവാന്റെയും രാധാറാണിയുടെയും പ്രിയപ്പെട്ട സഖിയാണ്. എല്ലാ അവിടെ ലീലകളും അറേഞ്ച് ചെയ്യുന്നത് വൃന്ദ സഖിയാണ്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കണം നമ്മുടെ അപ്രോച്ച്. ഇതാണ് ശീല പ്രഭുപാദ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിന് പ്രാപ്തരായിട്ടുള്ള ശുദ്ധ ഭക്തരുടെ പാത പിന്തുടരുക എന്നുള്ളതാണ്. അവരുമായിട്ട് കണക്ഷൻ നമ്മൾ സ്ഥാപിച്ച് അവരാണ് പിന്നെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഭഗവാനിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഓർക്കുക. അല്ലാതെ ഡയറക്റ്റ്ലി നമ്മൾ ഭഗവാനെ സേവിക്കുക എന്ന് പറയുന്നത് അത് കുറച്ച് കടന്ന ഒരു സംഭവമാണ്. ആക്ച്വലി നമ്മളത് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും അനുഗത്യയിൽ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ഭാവമാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യേണ്ടത്. കാര്യം ഇതേ ഒരു കാര്യം തന്നെയാണ് അവിടെ പോകുമ്പോഴും നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് എന്നാൽ അവിടെ പോകുമ്പോൾ അതൊരു കുറവായിട്ട് നമ്മൾ കാണുന്നില്ല ചെയ്യുന്നത്. അത് ആക്ച്വലി സന്തോഷമുള്ള കാര്യമാണ്. അവിടെ നേരിട്ട് സെർവ് ചെയ്യുന്നതും ഇതേപോലെ അനുഗത്യയിൽ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമില്ല. ചില സമയങ്ങളിൽ ഈ പറയുന്ന നിത്യസിദ്ധരായിട്ടുള്ള ഭക്തർ നമുക്ക് നേരിട്ട് സേവനം ചെയ്യാനുള്ള ചാൻസും തരും. അത് അവരുടെ കാരുണ്യം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. സോ എന്നാലും നമ്മളെപ്പോഴും അനുഗത്യയിലായിരിക്കും. നമ്മൾ ഒരിക്കലും ആ സ്ഥാനങ്ങളൊന്നും മറക്കുന്നില്ല. ആ ഒരു സ്ഥാനങ്ങൾ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് ആയിരിക്കും നമ്മൾ സേവനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ട്രെയിനിങ് ആണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ നിന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ നിന്നും ഭാവാർത്ഥത്തിൽ നിന്നും പഠിക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങൾ. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നമ്മളെല്ലാവരും ശ്രീല പ്രഭുപാദ് പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം, ഗുരുജനങ്ങളുടെ നിർദ്ദേശപ്രകാരം, അവരുടെ അനുഗത്യയിൽ നമ്മളെല്ലാവർക്കും നല്ല രീതിയിൽ ഭക്തിയുടെ സേവനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഇപ്പോൾ. അല്ലാതെ വേറെ ഒന്നും നമുക്ക് വേണ്ട. ബാക്കിയെല്ലാം ഭഗവാൻ തരുന്നുണ്ട് ആവശ്യത്തിനും കൂടുതൽ. പരിശുദ്ധമായിട്ടുള്ള ഭക്തിയാണ്. ഇവിടെ ഭീഷ്മ പിതാമഹന് എങ്ങനെയായിരുന്നു? അദ്ദേഹം എത്ര കോൺഫിഡൻസോട് കൂടിയിട്ടാണ് പറയുന്നത്, ഞാൻ അദ്ദേഹത്തിൻ്റെ ദാസനാണ് എന്ന് പറയുന്നു. അദ്ദേഹം വളരെ കോൺഫിഡൻസോട് കൂടി. അതേപോലെ ഒരു ദിവസം നമുക്കും പറയാൻ സാധിക്കണം, ഞാൻ ഭഗവാന്റെ ദാസനാണ്. ജീവര സ്വരൂപമായി കൃഷ്ണരെ നിത്യദാസ്. നമ്മൾ എല്ലാവരും ഭഗവാന്റെ ദാസരാണ്. ഈ പറയുന്ന ഏത് ഭാവത്തിലാണെങ്കിലും നമ്മൾ ആ ഒരു ദാസ്യത്വം നമ്മൾ വിടുന്നില്ല. സർവീസ് ആറ്റിറ്റ്യൂഡ് നമ്മൾ വിടുന്നില്ല. അത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. അത് നമ്മൾ ഓർക്കുക. അതേപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി, ഗുരുജനങ്ങളുടെ അനുഗ്രഹത്തോടുകൂടി ഒരു ദിവസം നമുക്കും ഈ ഒരു സ്റ്റേജിലേക്ക്, ഈ ഒരു തലത്തിലേക്ക് ഉയരാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. പ്രഭു നമ്മൾക്ക് നേരിട്ട് ഭഗവാനെ പിന്നെ
നമ്മ ആശ്രയിക്കുന്നതിൽ നല്ലത് ഭഗവാന്റെ ഈ ദാസന്മാരും ദാസിയുടെയും അവരെ ആശ്രയിക്കുന്നതെന്ന് പറയാം. അപ്പൊ അതെങ്ങനെയാണ് പ്രഭു? നമ്മള് വൈഷ്ണവരെയൊക്കെ ആശ്രയിക്കുന്നുണ്ട്. പിന്നെ അതെങ്ങനെയാണ് നേരിട്ട് നമ്മൾ നേരിട്ട് ഇപ്പൊ ഭഗവാനെ പൂജിക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നില്ലേ? അതിൽ നല്ലത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രഭു? നേരിട്ട് പൂജിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ഒരു അല്ല, നമ്മൾ ക്വാളിഫിക്കേഷൻ വിളക്കാട്ടിക്കുകയും നാമം ജപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഭഗവാന് നേദ്യം ഇത് കൊടുക്കുകയും. ഓക്കെ, യെസ്. കഴിഞ്ഞു മാതാജി, ഞാൻ പറയട്ടെ? ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ അഡീഷണൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ, ചോദിക്കൂ, എന്നിട്ട് പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ. ശരിയാണ്, നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നു, നേരിട്ട് പൂജ ചെയ്യുന്നുണ്ടാവും, ഭഗവാന് ഭോഗം സമർപ്പിക്കുന്നുണ്ടാവും, നമ്മൾ ആരാധന ചെയ്യുന്നുണ്ടാവും, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആക്ച്വലി നമ്മളുടെ ശ്രീ ഗുരുവിനെ പ്രതിനിധീകരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ഭാവമായിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. ശ്രീ ഗുരുവാണ് എനിക്ക് ഈ ഒരു കാര്യം ചെയ്യുവാൻ അവസരം തരുന്നത്. ഗുരു ചെയ്യേണ്ടത്, ഗുരു എന്നോട് പറഞ്ഞ് എനിക്ക് ഇൻസ്ട്രക്ഷൻ തന്നത് ഞാനത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാവമായിരിക്കണം, ഇങ്ങനെയായിരിക്കണം. അതുകൊണ്ട് ശ്രീ ഗുരുവിൻ്റെ ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ നമ്മൾ നമ്മുടെ ഓൾട്ടറിൽ വെക്കുന്നത് അതുകൊണ്ടാണ്. ആക്ച്വലി ഗുരുവിനോട് സമ്മതം ചോദിച്ചിട്ടാണ്. ഇവൻ ആരതി ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമ്മൾ എടുക്കുന്ന ഓരോ വിളക്കാവട്ടെ, ചന്ദനത്തിരി ആവട്ടെ, ആദ്യം ഗുരുവിനെ കാണിച്ചിട്ടാണ് നമ്മൾ ഭഗവാൻ സമർപ്പിക്കേണ്ടത്. ഇതായിരിക്കണം ഭാവം. അതാണ് അനുഗത്യ. ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവൻ നാമം ജപിക്കുവാണെങ്കിലും ഗുരു പറയുന്നതനുസരിച്ച്, ഗുരുവിൻ്റെ പാദങ്ങളിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പറയുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഈ ഒരു ഭാവമായിരിക്കണം നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യേണ്ടത്. അതാണ് ഉദ്ദേശിക്കുന്ന അനുഗത്യ എന്നുള്ളത്. അപ്പം നമ്മൾ ചെയ്യുന്നത് നേരിട്ട് സർവീസസ് ആയിരിക്കാം, പക്ഷേ അത് ഗുരുവിനെ മറന്നിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആചാര്യന്മാരെ മറന്നിട്ടോ അല്ല നമ്മൾ ചെയ്യുന്നത്. അവരോട് സമ്മതം ചോദിച്ചു, അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹത്തോട്, കൃപ കൊണ്ടാണ് നമ്മൾ ആ ഒരു സർവീസ് ചെയ്യുന്നത്. ഈ ഒരു ഭാവമായിരിക്കണം നമ്മൾക്ക് വേണ്ടത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു പ്രഭു. മനസ്സിലായി. ക്ലിയറായി. കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. പ്രഭുജി, എനിക്ക് അതായത് 10th canto 5th ചാപ്റ്ററിലുള്ള ഒരു ശ്ലോകത്തിലെ പർപ്പോട്ടിൽ പറയുന്നതാണ്: മാധവൻ എന്ന വാക്കിന്റെ വിവിധങ്ങളായ അർത്ഥങ്ങളെ ശ്രീല സനാതന ഗോസ്വാമി താഴെ പറയും പ്രകാരം വിവരിക്കുന്നു. ഭാഗ്യത്തിന്റെ ദേവതയായ ലക്ഷ്മിയുടെ ഭർത്താവ് എന്ന അർത്ഥത്തിലാണ് സാധാരണയായി ആ വാക്ക് ഉപയോഗിക്കുന്നത്. മധുവിന്റെ വംശത്തിൽ ജനിച്ചവൻ എന്ന അർത്ഥത്തിലും കൃഷ്ണനെ മാധവൻ എന്ന് വിളിക്കാം. കുറച്ചുകൂടെ ഉണ്ട്. അപ്പൊ ഈ മധു എന്ന് പറയുന്നത് എന്താ പ്രഭുജി? ആ വംശം എന്ന് പറഞ്ഞാൽ മധുമംഗളനെ ഉദ്ദേശിച്ചാണോ പറയുന്നത്? എനിക്കത് ആ സെക്ഷൻ വായിക്കണം. ആദ്യം വായിച്ചതിന് ശേഷം എനിക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. അതായത് മധുവിന്റെ വംശത്തിൽ ജനിച്ചവൻ എന്ന അർത്ഥത്തിലും കൃഷ്ണനെ മാധവൻ എന്ന് വിളിക്കാം. വസന്തകാലത്തിന് മാധവം എന്ന് പേരുള്ളതിനാൽ കൃഷ്ണൻ കാനനത്തിൽ പ്രവേശിച്ചയുടൻ അത് തനിയെ വസന്തത്തിന്റെ പ്രഭാവങ്ങളൊക്കെ പ്രദർശിപ്പിക്കുകയും പൂക്കളമ്പാടും നിറയുകയും ഇളം കാറ്റ് വീശുകയും സ്വർഗീയമായ അന്തരീക്ഷം പരക്കുകയും ചെയ്തു. കൃഷ്ണൻ സദാ പ്രണയലീലകളുടെ മധുരസം നുകരുവാൻ ആഗ്രഹിക്കുന്നത് മൂലവും കൃഷ്ണനെ മാധവൻ എന്ന് വിളിക്കാം. അപ്പൊ എനിക്ക് സംശയം, ഈ മധു എന്ന വംശം എന്ന് പറയുന്നത് എന്താന്ന് ആ ഒരു സംശയം പ്രഭുജി. സനാതൻ ഗോസ്വാമി, ശ്രീപ സനാതൻ ഗോസ്വാമിയുടെ ടിക്ക അല്ലെങ്കിൽ ഭാവാർത്ഥം വായിക്കേണ്ടി വരും. അല്ലെങ്കിൽ അതൊന്നും കൂടെ ആ സെക്ഷൻ എനിക്ക് നേരിട്ട് വായിക്കാതെ എനിക്കിപ്പോൾ ഉത്തരം പറയാൻ സാധിക്കില്ല, എന്നോട് ക്ഷമിക്കണം. സോ റെഫർ ചെയ്തതിന് ശേഷം ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം പ്രഭുജി. ഹരേ ഹരേ കൃഷ്ണ പ്രഭുവിന്റെ പ്രീച്ചിങ് തുടങ്ങുന്ന സമയത്തെല്ലാം പ്രഭുവിന്റെ പ്രീച്ചിങ് ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. പിന്നെ കുറെ നാളായിട്ട് പ്രഭുവിനെ കാണാതിരുന്നു. ഇപ്പൊ പ്രഭുവിനെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം. ഹരേ കൃഷ്ണ പ്രഭുജി, വളരെ നല്ല ക്ലാസ്. ഹരേ കൃഷ്ണ. കൊല്ലങ്ങൾക്ക് മുമ്പേ പ്രഭുവിന്റെ ഒരു ക്ലാസ്സുകള് നിത്യവും കേൾക്കുന്ന ഇതിലായിരുന്നു, ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി, വളരെ നല്ല ക്ലാസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നമ്മളെ ഈ മധു എന്ന അസുരനെ കൊന്നതുകൊണ്ട് അങ്ങനെ അത് ഏതോ ക്ലാസ്സിൽ കേട്ട പോലെ അങ്ങനെയുണ്ടോ പ്രഭു? മധുസൂദനാണല്ലേ? ഹരേ കൃഷ്ണ പ്രഭു.
ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം പ്രഭു. വളരെ നല്ല ക്ലാസ് പ്രഭു. ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എനിക്കൊരു കാര്യം വിട്ടുപോയി പ്രഭു. സെക്കൻഡറി നെയിം എന്ന് പറഞ്ഞ പ്രഭു ഒരു വാക്ക് പറഞ്ഞു, എനിക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല പ്രഭു. അതെന്താണെന്ന് പറയൂ. ഗൗണനാമം. ഗൗണ 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 മുഖ്യനാമ നായാണോ ഗൗണ. പ്രഭു? നായാണോ? ഗൗണ. ഓക്കെ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഗൗണനാമം. പ്രണാമം. ഹരേ കൃഷ്ണ. സെക്കൻഡറി എന്ന് പറയുന്നതിൻ്റെ സാൻസ്ക്രിറ്റ് വേർഡാണ് ഗൗണ. ഓക്കെ, മുഖ്യ ഗൗണ. താങ്ക് യു പ്രഭു. ഹരേ പ്രൈമറി കൃഷ്ണ. സെക്കൻഡറി. ഫൈൻ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം. നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ പ്രഭു. കൃഷ്ണ. താങ്ക് യു. ഹരേ ഓക്കെ, കൃഷ്ണ പ്രഭു. വേറെ ഒന്നും ഡിസ്കഷൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ഹരിബോൾ. ഹരേ കൃഷ്ണ പ്രഭുജി. ദണ്ഡവത് പ്രണാം. വളരെ നല്ല ക്ലാസ് ആണ് പ്രഭുജി. നമ്മുടെ വളരെ ഭാഗ്യമാണ് പ്രഭുവിന്റെ ക്ലാസ് നമുക്ക് കിട്ടുന്നത്. എന്റെ വൈഫ് ആണ് ഐശ്വര്യ ദേവിദാസി. അപ്പോൾ പ്രഭു മാതാജിയുടെ ഭക്തിശാസ്ത്ര ക്ലാസ്സിൽ ക്ലാസ് എടുക്കാൻ വരുമ്പോഴാണ് പ്രഭുവിനെ ആദ്യമായി കണ്ടത്. അന്നേ നമ്മൾ ആഗ്രഹിച്ചിരുന്നു പ്രഭുവിന്റെ ക്ലാസ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യണമെന്ന്. വളരെ സന്തോഷം പ്രഭുജി. നല്ല ക്ലാസ്സിന് നന്ദി പ്രഭു. ഹരേ കൃഷ്ണ. എല്ലാം ശില പ്രഭുപാദന്റെയും ശില ഗുരുദേവന്റെയും അവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ക്വസ്റ്റ്യനുമായിട്ട് നമ്മുടെ ടോപ്പിക്കായിട്ട് കണക്റ്റഡ് ആണ്. അനുഗത്യയിലാണ്. നമ്മളൊന്നും ചെയ്യുന്നില്ല, അവർ ചെയ്യുന്നു, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ദാറ്റ്സ് ഓൾ. സോ ഓൾ ഗ്ലോറീസ് ടു ശില പ്രഭുപാദൻ ഗുരുദേവ്. താങ്ക് യു പ്രഭു. താങ്ക് യു മാതാജീസ്. എല്ലാവരോടും നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ. വംശാകൽപതരോഭ്യശ്ച കൃപാ സിന്ധുഭ്യശ്ച പതിതാനാം പ്രഭുപാദ കി. Thank you so much, Prabhu. Hare Krishna. Thank you, Prabhu. Hare Krishna. Thank you. Thank you, Hare Prabhu. Bol. Hare Srimad Krishna. Bhagavatam ki. Thank you. Hare Bol. Jai. Hare Krishna. Thank you. Hare Krishna.